ശ്ലോകം 7. ഭക്തിശൂന്യന്മാരുണ്ടാവും. അവരുടെ പാണ്ഡിത്യം നിഷ്ഫലമാണ് എന്നാണ് പറയുന്നത്. ഭക്തിശൂന്യന്മാരാണ്, പക്ഷെ പണ്ഡിതന്മാരാണെന്ന് അഹങ്കരിക്കുന്നു. അതാണ് ശ്ലോകം 7. ശബ്ദബ്രഹ്മണ്യവീഹ പ്രൈതിത മനസഹ. ശബ്ദബ്രഹ്മണി വേദം. വേദത്തിൽ തന്നെ മനസ്സർപ്പിക്കണം. 4 വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിച്ചിട്ടുണ്ട്. പ്രൈതിത മനസ്സഹ, പ്രയത്നിച്ച് അതെല്ലാം ഹൃദിസ്ഥമാക്കിയിരിക്കണം. പക്ഷേ ത്വാം ന ജാനന്തി, അങ്ങേ അറിയുന്നില്ല. എല്ലാവരും ഇല്ല, കേജിൻ ചില ആൾക്കാർ. കഷ്ടം വന്ധ്യശ്രമാഹ, അവരുടെ ശ്രമം നിഷ്ഫലമാണ്. അവർക്ക് ഫലമുണ്ടാവാൻ പോകുന്നില്ല. ചിരതരമിഹ ഗാം ബിഭ്രതേ നിഷ്പ്രസൂതിം. അവർ ഈ ശാസ്ത്രവചനങ്ങളെ അങ്ങനെ ഉരുവിട്ടുകൊണ്ട് നിഷ്ഫലമായ പ്രയത്നം ചെയ്യുന്നു, അങ്ങയെ ഭജിക്കുന്നു. ചിരതരമിഹ ഗാം ബിഭ്രതേ. വാക്കുകളെ, എങ്ങനെയുള്ള വാക്കുകൾ? നിഷ്ഫലങ്ങളായ വാക്കുകൾ. നിഷ്പ്രസൂതിം ഗാം. പ്രസൂതി പ്രസവമാണ്. ഭക്തിയെ ഉണ്ടാക്കാത്ത വാക്കുകൾ. അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊന്നും എനിക്ക് വേണ്ട എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഞാൻ ആശ്രയിക്കുന്നതായ ശാസ്ത്രങ്ങൾ ഭഗവാനെക്കുറിച്ച് വിസ്തരിക്കുന്നതായിരിക്കണം. ഭഗവാന്റെ രൂപത്തെക്കുറിച്ച്, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ഒക്കെ വിസ്തരിക്കുന്നതാണ് എനിക്ക് വേണ്ടത്. യസ്യാം വിശ്വാഭിരാമാഹ. യാതൊരു ശാസ്ത്രത്തിൽ അതെ എല്ലാവർക്കും അഭിരാമം, ഇഷ്ടമായിട്ടുള്ളത്, ആനന്ദതയെ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയുള്ളതായ ശാസ്ത്രങ്ങളാണ് വേണ്ടത്. സകല മലഹര, എല്ലാ മാലിന്യങ്ങളെ ഹരിക്കുന്നത്. സകല മലഹര. എന്തെല്ലാം മാലിന്യങ്ങൾ നമ്മളിലുണ്ടോ, രാഗദ്വേഷങ്ങൾ, കാമക്രോധാദികൾ, ഇത് തന്നെ മാലിന്യങ്ങൾ. പിന്നെയോ ദിവ്യലീലാവതാര, ആ ഭഗവാന്റെ മനോഹരമായ അവതാരങ്ങൾ, അതിലുള്ള ലീലകൾ. സച്ചിത് സാന്ദ്രം ച രൂപം, സത്തും ചിത്തും ആയിരിക്കുന്ന ഭഗവാന്റെ രൂപം. ജ്ഞാനപ്രദവും ആനന്ദം എടുത്തോളണം അവിടെ, എത്രയേ ഉള്ളൂ. സത്തും ചിത്തും ആനന്ദവും, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ രൂപം. തവന നിഗദിതം, അങ്ങയുടെ ആ രൂപത്തെക്കുറിച്ച് ഏത് ശാസ്ത്രം പറയുന്നില്ലയോ. താം ന വാചം പ്രിയാസം, ആ വാക്കുകൾ ഞാൻ ഒരിക്കലും
ഉപയോഗിക്കാതിരിക്കട്ടെ, പ്രയാസം ഭരിക്കാതിരിക്കട്ടെ. അത് ഞാൻ വായിക്കാനോ പഠിക്കാനോ ഇടയാവാതിരിക്കട്ടെ. അപ്പോൾ ഭഗവാന്റെ രൂപങ്ങളെക്കുറിച്ചും ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ലീലകളെക്കുറിച്ചും വർണ്ണിക്കുന്നതായ ശാസ്ത്രങ്ങളെ പഠിക്കണം. അതാണ് നമ്മുടെ അന്ധഃകരണത്തിനെ പരിശുദ്ധമാക്കാൻ ശ്രേഷ്ഠമായിട്ടുള്ളത്. അല്ലാതെ കണ്ട് വെറുതെ വേദവചനങ്ങൾ ഉരുവിട്ടതുകൊണ്ട് കാര്യമില്ല. ശ്ലോകം 8. സജ്ജന സംസർഗം കൊണ്ട് ഭക്തി ഉണ്ടാവും. അതാണ് ഇനി പറയുന്നത്. ഭഗവാനെ നല്ലവണ്ണം മനസ്സിലാക്കണം. യോ യാവാൻ യാദൃശോ വാ. ഈ ഭഗവാൻ ആരാണ്? പ്രധാനമായിട്ട് നമ്മൾ ലോകത്തിൽ പറയുക സജ്ജനമാണ്, അയാൾ ദുർജനമാണ്, അല്ലേ? അപ്പോൾ അതിലേതാണ്? സജ്ജനമാണോ ദുർജനമാണോ? യോ യാതൊരു രൂപത്തോടു കൂടിയതാണോ? ഒക്കെ ചേർക്കാം. യഹ എന്താ ഭഗവാന്റെ രൂപം? യാവാൻ എത്രത്തോളമുള്ള ആളാണ് യാവാൻ? എന്താണ് ഭഗവാന്റെ മാഹാത്മ്യം? എന്താണ് ഭഗവാന്റെ ശക്തി? പിന്നെയോ യാദൃശ ഏതു പ്രകാരത്തിലുള്ളവനാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? അതാണ് എന്തൊക്കെയാണ് കർമ്മങ്ങൾ. അപ്പോൾ യോ യാവാൻ യാദൃശ എങ്ങനെയുള്ള ആളാണ്? എന്തെല്ലാം മാഹാത്മ്യമുള്ളവനാണ്? എന്തെല്ലാം കർമ്മങ്ങളുള്ളവനാണ്? കിമപി നൈവാവഗച്ഛാമി. ഭഗവാനെ ഞാൻ ഒന്നും അറിയുന്നില്ല. അഹം ന അവഗച്ഛാമി. ഞാൻ ഒന്നും അറിയുന്നില്ല. ഹേ ചൈത്യവൈരൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചൈത്യവൈരൻ. ചൈത്യൻ ചേതി രാജ്യത്തെ രാജാവ്, ശിശുപാലൻ. ഭൂമിയിൽ ഭഗവാന്റെ ശത്രു. പക്ഷേ സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ ഭഗവാന്റെ കാവൽക്കാരനാണ്. ജയവിജയന്മാർ, അതിൽ ജയൻ. അപ്പോൾ അങ്ങയുടെ മാഹാത്മ്യം എന്താണ്? അങ്ങ് ഏത് പ്രകാരത്തിലുള്ള ആളാണ്? എന്തെല്ലാം കർമ്മങ്ങളാണ്? ഒന്നും കിമപി ന ഏവ അവഗച്ഛാമി. ഒന്നും ഞാൻ അറിയുന്നില്ല, ഒന്നും അറിയില്ല. ത്വദനുഭജനമേവ ആദ്രിയേ. അങ്ങേ നിരന്തരം ഭജിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആ ഭഗവത് ഭജനം മുടങ്ങാതെ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. അനന്യഭാവ വേറെ എന്തിനെക്കുറിച്ചും ചിന്തിക്കാതെ ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട്, അതാണ് ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങേ ഭജിക്കാൻ എനിക്ക് സാധിക്കണേ. അനുഭജനമേവ ആദരിയേ. ആദരിയെ ഞാൻ ആദരിക്കുന്നു. ത്വല്ലിംഗാനാം
അനേക ക്ഷേത്രങ്ങളിലുള്ളതായ ലിംഗങ്ങൾ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, പിന്നെ മറ്റുള്ള ദേവന്മാർ ഒക്കെ, അതൊക്കെ ലിംഗങ്ങൾ. ത്വദംഘ്രിപ്രിയ ജനസദാം, ഭഗവത്പാദങ്ങളെ ശരണം പ്രാപിച്ചിട്ടുള്ള ആൾക്കാർ, പ്രിയജനങ്ങൾ. അംഘ്രിപ്രിയൻ പാദസേവകന്മാർ, അവരുടെ സദസ്സുകൾ. അപ്പോൾ സദസ്സിലുള്ള എല്ലാ ഭക്തന്മാരെയും എടുത്തു. അതാണ് ത്വദംഘ്രിപ്രിയ ജനസദസാം. അവരെ ദർശനം, എനിക്കെപ്പോഴും ദർശിക്കാൻ സാധിക്കണമേ. സ്പർശനം, അവരെ സ്പർശിക്കാൻ സാധിക്കണമേ. ഭൂയാൻ മേ മേ ഭൂയാൽ, എനിക്ക് ഭവിക്കണമേ. പിന്നെയോ അങ്ങയുടെ പൂജ ഒരിക്കലും മുടങ്ങാതെ, ത്വൽ പൂജ ത്വൽ പ്രപൂജ നദി നുതി ഗുണ കർമ്മ അനുകീർത്തിയ, അങ്ങയെ പൂജിക്കുക, നദി നമസ്കരിക്കുക, നുതി സ്തുതിക്കുക, ഗുണഗണങ്ങളെ വാഴ്ത്തുക, കർമ്മ അങ്ങയുടെ ലീലകൾ എല്ലാം പറയുക, അതിനെ അനുകീർത്തിയ, വീണ്ടും 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 ഭക്തജനങ്ങളോട് അതിനെക്കുറിച്ച് പറയുക. അതിലൊക്കെ ആദരവും ഭൂയാന്മേ എനിക്കുണ്ടാവണമേ. ഈശ്വരപരമായ കാര്യങ്ങളിൽ മാത്രം മുഴുകാൻ എന്നെ അനുഗ്രഹിക്കണേ. രണ്ടാമതൊരു അപേക്ഷയില്ല. പണം വേണമെന്നില്ല, ആയുസ് വേണമെന്നില്ല, ആരോഗ്യം വേണമെന്നില്ല. അങ്ങയുടെ ലീലകളെ വീണ്ടും വീണ്ടും വർണ്ണിക്കാനും അങ്ങയുടെ ഭക്തന്മാരുമായിട്ട് ബന്ധപ്പെടാനും എന്നെ അനുഗ്രഹിക്കണമേ. ഭക്തന്മാരെ ദർശന സ്പർശന ഉണ്ടാവണേ. അപ്പം അങ്ങ് ഏത് വിധത്തിലുള്ള ആളാണെന്ന് എനിക്കറിയില്ല. അങ്ങയുടെ ഭക്തന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്കുണ്ടാവട്ടെ. പിന്നെയോ തന്നെത്താൻ അങ്ങയെക്കുറിച്ച് ഉള്ളതായ ഭക്തി ഉണ്ടാക്കാൻ അതിനുള്ളതായ മാർഗങ്ങൾ അത് ചെയ്യാനും എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇതെല്ലാം നേടാൻ സാധിക്കൂ എന്നർത്ഥം. ഏതൊരു കർമ്മവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടേ ചെയ്യാൻ സാധിക്കൂ. ഒന്നും നമ്മുടെ കയ്യിലല്ല. എല്ലാം ഭഗവത് പ്രേരിതരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ആ വരി എപ്പോഴും കാണപ്പെടാൻ വയ്ക്കണം. എന്തെന്ത് ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ നടക്കുന്നുവോ ഭഗവാന്റെ പ്രേരണ. എവിടെ ഇരിക്കണു ആ ഭഗവാൻ? എൻ്റെ ഉള്ളിൽ തന്നെ. അവിടെ ഇരുന്ന് എന്നെ പ്രേരിപ്പിക്കണു. എങ്ങനെ പ്രേരിപ്പിക്കുക? എന്താ അനുഭവിക്കാനുള്ളത് അത് വരാൻ വേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ നല്ല കർമ്മത്തിലേക്കായിരിക്കും, ചിലപ്പോൾ ചീത്ത കർമ്മത്തിലേക്കായിരിക്കും. അപ്പോൾ ഭഗവാന് പക്ഷഭേദമുണ്ടോ? ഇല്ല. പൂർവ്വജന്മത്തിലെ നമ്മുടെ കർമ്മങ്ങൾ എന്താണെന്ന് ഭഗവാൻ അറിയാം. ഈ ഹൃദയത്തിലിരുന്ന് അതറിയാം. അത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി അതിലേക്ക് പ്രേരിപ്പിക്കും.